നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി PYQ ചലഞ്ചിൻ്റെ 20ാമത്തെ ദിവസമാണ് ഇന്ന്. ഇനി 10 ദിവസം കൂടെ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 20 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കി. ഈ 20 ക്ലാസ്സിലും ഡെയിലി കാണുന്ന കുട്ടികളുണ്ടാവും, ഇടയ്ക്ക് വെച്ച് പോയവരുണ്ടാവും, ഇപ്പോൾ പുതിയതായിട്ട് വന്നു ചേർന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ പുതിയതായിട്ട് വന്നു ചേർന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ PYQ ചലഞ്ചിൻ്റെ ഇതുവരെ നടത്തിയ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബാക്കി ക്ലാസ്സുകൾ കൂടി കാണുക. നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വന്നത് 91/2024 ഇതിൽ നമ്മൾ 40 ചോദ്യങ്ങളാണ് നോക്കിയത്. 41ാമത്തെ ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2023 എഴുത്തച്ഛനാണ് ചോദിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, SK വസന്തനായിരുന്നു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? SK വസന്തൻ. അപ്പോൾ നമുക്ക് 2024 25 കൂടി ഒന്ന് പഠിക്കണം. 2024 NS മാധവനായിരുന്നു. 2024 NS മാധവൻ. 2025 ആരാണ്? KG ശങ്കരപ്പിള്ള. അപ്പോൾ ഈ 3 പേരുകൾ SK വസന്തൻ, NS മാധവൻ, KG ശങ്കരപ്പിള്ള. ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? എഴുത്തച്ഛന് പുരസ്കാരമാണ്. 2023, 24, 25 വർഷങ്ങളിൽ യഥാക്രമം ലഭിച്ചത് SK വസന്തൻ, NS മാധവൻ, KG ശങ്കരപ്പിള്ള. 23 ഓർത്തില്ലെങ്കിലും 25, 24 ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പുരസ്കാരങ്ങളിൽ ഒരു മോക്ക് ടെസ്റ്റ് ഉടനെ ചെയ്യാം കേട്ടോ. അടുത്തത്, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, കെടാവിളക്ക്. എന്താണ്? കെടാവിളക്ക് അല്ലേ? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? ഓപ്ഷൻ സി ആണ്, വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. 44 താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എല്ലാം ശരിയാണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. 45 നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരൊക്കെയാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സർദാർ പട്ടേലും VP മേനോനും. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടി ചേർന്നിട്ടാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത്. താഴെ തന്നിരിക്കുന്നതിലെ ഖാരിഫ് വിള ഏതാണ്? താഴെ തന്നിരിക്കുന്നതിലെ ഖാരിഫ് വിള ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെല്ലാണ്. നെല്ലാണ് താഴെ തന്നിരിക്കുന്നതിലെ ഖാരിഫ് വിള. ഇനി ഖാരിഫ് വിളക്ക് വേറെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? ചോളം, പരുത്തി, ചണം, ഇതെല്ലാം ഖാരിഫ് വിളയാണ്. ഇനി റാബി വിളകളാണെങ്കിൽ ഗോതമ്പ്, കടുക്, ബാർലി, ഇവ റാബി വിളകളാണ്. സൈദ് ആണെങ്കിൽ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികളൊക്കെ സൈദ് വിളകളാണ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ പഴവർഗ്ഗങ്ങൾ സൈദ് വിളയും ഗോതമ്പും കടുകും റാബി വിളയുമാണ്. 47ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 48 ISRO സ്ഥാപിതമായ വർഷം. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1969. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടായിരുന്നു. ISRO സ്ഥാപിതമായത് 1969 പിന്നെ 1962 എന്താണ് സ്ഥാപിതമായത്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ് 1962 വന്നത്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞിട്ട് സ്പേസ് ഓർഗനൈസേഷൻ വന്നെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതാണ് 1969 ISRO നിലവിൽ വന്നു. 49ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതെന്നാണ് ചോദ്യം. ഏതാണ് ആ നഗരം? യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കോഴിക്കോടാണ്.
50-ാമത്തെ ചോദ്യം 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ബീഹാർ ആണ്. ബീഹാറിലാണ് 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ചത്. 51 ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 107 മെഡലുകളാണ് 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയത്. 52 സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആദിത്യ L1. ആദിത്യ L1 ആണ് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം. ഇനി ബാക്കി ഓപ്ഷൻസിൽ ഗഗൻയാൻ എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ അല്ലേ. മംഗൾയാൻ എന്താണ്? ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ശുക്രയാൻ എന്താണ്? ശുക്രനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ വരാനിരിക്കുന്ന ദൗത്യമാണ് ശുക്രയാൻ എന്ന് പറയുന്നത്. 53 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെവിയിലാണ് കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റേപ്പിസ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ചെവിയിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ചെവിയുടെ മധ്യകർണത്തിലാണ് ഈ ഒരു സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥി കാണപ്പെടുന്നത്. 54 താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 4ഉം ശരിയാണ്. ഉത്തരം എന്നത് 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഞാൻ വായിക്കാം. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. അത് ശരിയാണ്. ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് കറക്റ്റ്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം എന്താണ് ഉണ്ടാകുന്നത്? സ്കർവി ഉണ്ടാകുന്നു. പിന്നെ വർണ്ണാന്തത എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വർണ്ണാന്തത എന്ന് പറഞ്ഞ ഒരു ജനിതക വൈകല്യമാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമല്ല ഇതുണ്ടാകുന്നത്. ഇനി 55 ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പൊക്കാളിയാണ്. പൊക്കാളിയാണ് ബുദ്ധിമാന്റെ നെല്ലിനം എന്നറിയപ്പെടുന്ന നെല്ലിനം. 56 കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വനഗവേഷണ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, പീച്ചി. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായിട്ടുള്ളത്. 57 ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിലെ ജീവികൾ എപ്പോഴും ഇവരായിരിക്കും. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിലെ ജീവികൾ എപ്പോഴും ഇവരായിരിക്കും. ആരായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉൽപാദകരായിരിക്കും അല്ലെ. ഹരിത സസ്യങ്ങളാണ് ഒരു ആഹാര ശൃംഖലയിലെ ഉൽപാദകർ. 58 പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം ആരാണ് എഴുതിയത്? ഓപ്ഷൻ ഡി ആണ്, അരുൺ അലോഷ്യസ്. അരുൺ അലോഷ്യസ് എഴുതിയ പുസ്തകമാണ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ. 59 ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയത്. 60ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളും താപനിലയുടെ SI യൂണിറ്റ് കെൽവിനുമാണല്ലേ. 61 താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? പവർ വാട്ട്, പ്രവൃത്തി ജൂള്, ഊർജം ജൂള്, ബലം പാസ്കൽ. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്, ബലം പാസ്കൽ എന്ന ജോഡിയാണ് തെറ്റായിട്ടുള്ളത്. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പാസ്കൽ എന്ന് പറയുന്നത് മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്. പാസ്കൽ എന്തിൻ്റെയാണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. 62 അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ്. അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ്. ഏതാണ്?
താഴെ തന്നതിൽ അലൂമിനിയത്തിൻ്റെ ധാതുവാണ് ഓപ്ഷൻ ബി ആണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ ധാതു. 63 തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത്. ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് മൃദുവാവില്ല. ഒരിക്കൽ അതിൻ്റെ രൂപം മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെ രൂപം പഴയതിലായിട്ട് മാറ്റാൻ സാധിക്കില്ല. അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ ഇലക്ട്രിക് സ്വിച്ചുകൾ, കുക്കറിൻ്റെ കൈപ്പിടികൾ ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ബേക്കലൈറ്റ് അതിന് ഉദാഹരണമാണ്. ഇനി പോളിത്തീൻ, PVC, നൈലോൺ ഇതൊക്കെ നമുക്ക് തെർമോ പ്ലാസ്റ്റിക് ആണ്. ഇതെല്ലാം ചൂടാക്കിയാൽ മൃദുവാകുന്നതും തണുപ്പിച്ച് കഴിഞ്ഞാൽ കടുപ്പമുള്ളതുമാകുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോ പ്ലാസ്റ്റിക്കുകളൊക്കെ. അതിന് ഉദാഹരണമാണ് പോളിത്തീനും നൈലോണും PVCയും എല്ലാം. അടുത്തത് 64ാമത്തെ ചോദ്യമാണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കണ്ണിൻ്റെ ഏതൊക്കെ ന്യൂനതകളാണ് പരിഹരിക്കാൻ സാധിക്കുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്നോ? ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. ഉത്തരം വരുന്നത് 2ഉം 3ഉമാണ്. 2ഉം 3ഉം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. അതായത് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരെയുള്ളവ വ്യക്തമായിട്ട് കാണാം, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അതാണ് ലോങ് സൈറ്റ് എന്ന് പറയും. അത് നമുക്ക് കോൺവെക്സ് ലെൻസ് കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. ഇനി വെള്ളെഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്ബയോപ്പിയ എന്ന് പറയും. പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നത് മൂലം ഉണ്ടാകുന്നതാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഇതും നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയും. ഷോർട്ട് സൈറ്റ് നമുക്ക് അടുത്തുള്ളത് കാണാൻ പറ്റും, അകലെയുള്ളത് കാണാൻ പറ്റില്ല. അതിന് കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഷോർട്ട് സൈറ്റിന് നമുക്ക് കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. 65ാമത്തെ ചോദ്യം. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാരാണ്? 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ടൊവിനോ തോമസ്. ടൊവിനോ തോമസിനാണ് സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2018 കേരള പ്രളയത്തെ ആസ്പദമാക്കിയിട്ട് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചത്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ സി ആണ് കോയമ്പത്തൂരാണ്. 67ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കോളറ എന്തിലൂടെ പകരുന്ന രോഗമാണ്? കോളറ എന്ന് പറയുന്നത് ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമാണ്. അപ്പോൾ കോളറ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമാണ്. ചിക്കൻ ഗുനിയ എന്തിലൂടെയാണ് പകരുന്നത്? ചിക്കൻ ഗുനിയ കൊതുകിലൂടെ പകരുന്ന രോഗമാണ് അല്ലേ? ചിക്കൻ ഗുനിയ എങ്ങനെയാണ്? കൊതുക് പരത്തുന്ന വൈറസ് രോഗമാണ് ചിക്കൻ ഗുനിയ. 68 അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് മലമ്പനിയാണ്. മലമ്പനി പരത്തുന്നതാണ് അനോഫിലസ് പെൺകൊതുകുകൾ. മലമ്പനി ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് രോഗകാരി. അത് പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. 69 ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. രോഗങ്ങളും അവയ്ക്കെതിരെയുള്ള വാക്സിനുകളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ക്ഷയം BCG വാക്സിൻ. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി ടെറ്റനസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ടെറ്റനസിന് വേണ്ടിയിട്ട് DPT വാക്സിനാണ്. DPT വാക്സിനാണ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് ഇതിന് വേണ്ടിയിട്ടാണ് DPT ഉപയോഗിക്കുന്നത്. MMR ആണെങ്കിൽ എന്താണ്? MMR മിസിൽസ്, മുണ്ടുനീര്, റുബല്ല എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനാണ് MMR. ഇനി OPV എന്തിനാണ്? പോളിയോ രോഗത്തിനെതിരെ നൽകുന്ന വാക്സിനാണ് OPV വാക്സിൻ. ഓക്കെ അല്ലേ? 70 രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? അറിയാമല്ലേ? ഓപ്ഷൻ ബി ആണ് ഇരുമ്പാണ് രക്തത്തിലെ
ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. 71 താഴെ പറയുന്നവയിലെ ജീവിതശൈലി രോഗം അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഹീമോഫീലിയാണ്. ഹീമോഫീലിയ ഒരു പാരമ്പര്യ ജനിതക വൈകല്യമാണ്. ഹീമോഫീലിയ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യങ്ങളുടെ അഭാവം മൂലം മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാതെ വരുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതൊരു ജനിതക രോഗമാണ്. അത് ഹീമോഫീലിയ ഒരിക്കലും ഒരു ജീവിതശൈലി രോഗമല്ല. ബാക്കി ഫാറ്റി ലിവറും പക്ഷാഘാതവും പ്രമേഹവും ഒക്കെ ഒരു ജീവിതശൈലി രോഗങ്ങളാണ്. 72 താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി? ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി അല്ലേ. മൃതസഞ്ജീവനിയാണ് അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി. അടുത്തത് ഇത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അവയവദാനം, മൃതസഞ്ജീവനി, അതുപോലെ ഈ അശ്വമേധം പദ്ധതിയൊക്കെ എല്ലാ വർഷവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നത്. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് അശ്വമേധം പദ്ധതി? ഓപ്ഷൻ സി ആണ് കുഷ്ഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അശ്വമേധം പദ്ധതി. 74 നിപ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏതാണ്? നിപ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏതാണ്? ഓപ്ഷൻ ബി ആണ് വവ്വാലാണ് അല്ലേ. വവ്വാലാണ് നിപ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി. 75 ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിയുള്ള രോഗാണു ഏതാണ്? ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വൈറസ് അല്ലേ. വൈറസ് നമ്മളുടെ ഒരു ആതിഥേയ കോശത്തിനുള്ളിൽ പ്രവേശിച്ച ശേഷം ആ കോശത്തിന്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇത് വംശവർദ്ധനവ് നടത്തുന്നത്. അപ്പോൾ ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവാണ് വൈറസ്. 6 ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അലോപ്പതിയാണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി. A ഫോർ ആയുർവേദ, Y ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതി, U ഫോർ യുനാനി, S ഫോർ സിദ്ധ, H ഫോർ ഹോമിയോപ്പതി. എന്താണ് ചികിത്സാ രീതിയുടെ ചുരുക്കപ്പേരാണ് ആയുഷ് എന്ന് പറയുന്നത്. അതിൻ്റെ അലോപ്പതി ഒരിക്കലും വരുന്നില്ല. താഴെ പറയുന്നവയിലെ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് വിമുക്തിയാണ്. എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. ഇനി മിഠായി എന്താണ്? ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് ഇൻസുലിനും ചികിത്സയും നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് മിഠായി. അടുത്തത് 78 സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി എന്താണ്? സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് മെഡിസെപ്പ് ആണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി. പിന്നെ ആരോഗ്യ കിരണവും ആശ്വാസ കിരണവും ഒക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. ആരോഗ്യ കിരണം എന്താണ്? 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. 79 ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് പൊൻവാക്ക്. പൊൻവാക്ക് പദ്ധതി. ഓക്കെ, ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. എത്ര രൂപയാണ് പാരിതോഷികം നൽകുന്നതെന്നറിയോ? 2500 രൂപയാണ് പാരിതോഷികം നൽകുന്നത്. 80 മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മോഹൻലാലാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ. അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ 20 ദിവസം കംപ്ലീറ്റ് ആയി. നമ്മൾ നാളെ ഇനി 10 ദിവസങ്ങൾ കൂടി ഉള്ളൂ നമ്മുടെ PYQ ചലഞ്ചിൻ്റെ അല്ലേ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്